നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുടയിൽ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിന് കടുത്ത നിയന്ത്രണങ്ങളുമായി റിസർവ് ബാങ്ക്. നിക്ഷേപകർ ആശങ്കയിൽ. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ കോർപ്പറേഷൻ അധികൃതരും കരാറുകാരും പോലീസിന്റെ സഹായത്തോടെ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു. വാട്സാപ്പിലെ വ്യാജ ട്രാഫിക് ചലാൻ ലിങ്കിൽ കുടുങ്ങി ചേലക്കര വെങ്ങാനല്ലൂർ സ്വദേശിക്ക് 5 ലക്ഷം രൂപ നഷ്ടമായതായി പരാതി. മാനസികാസ്വാസ്ഥ്യമുള്ളയാളെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ പിടിയിൽ. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിൽ CPIM പ്രതിഷേധം. വിശദമായ വാർത്തയിലേക്ക്. ഇരിങ്ങാലക്കുടയിൽ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിന് കടുത്ത നിയന്ത്രണങ്ങളുമായി റിസർവ് ബാങ്ക്. നിക്ഷേപകർ ആശങ്കയിൽ. കോൺഗ്രസ് ഭരിക്കുന്ന ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന് എതിരെയാണ് റിസർവ് ബാങ്കിന്റെ നടപടി. വായ്പ നൽകുന്നതിന് വിലക്കുണ്ട്. കൂടാതെ പണം കടം വാങ്ങുകയോ പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാങ്കിന്റെ ആസ്തികൾ കൈമാറ്റം ചെയ്യാനും വിൽക്കാനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവ കൂടാതെ ഒരാൾക്ക് പരമാവധി 10,000 രൂപ മാത്രമേ പിൻവലിക്കാവൂ എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 6 മാസത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. RBIയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതാണ് കടുത്ത നിയന്ത്രണങ്ങൾ ബാങ്കിന് മുകളിൽ ഏർപ്പെടുത്താൻ കാരണം. KPCC മുൻ ജനറൽ സെക്രട്ടറിയായ കോൺഗ്രസ് നേതാവ് MP ജാക്സനാണ് ബാങ്ക് പ്രസിഡന്റ്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ കോർപ്പറേഷൻ അധികൃതരും കരാറുകാരും പോലീസിന്റെ സഹായത്തോടെ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു. ശക്തനിലെ വർദ്ധിപ്പിച്ച സ്റ്റാൻഡ് ഫീസ് നൽകുന്നില്ലെന്ന് ആരോപിച്ചാണ് ബസ്സുകൾ തടഞ്ഞത്. 25 രൂപയായിരുന്ന സ്റ്റാൻഡ് ഫീസ് 40 രൂപയായി വർദ്ധിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് കോടതിയിൽ നിലനിൽക്കുന്ന കേസ് തീർപ്പാക്കും മുൻപാണ് കോർപ്പറേഷന്റെ നടപടിയെന്ന് ബസ് ഉടമകൾ ആരോപിക്കുന്നു. ഇന്ന് രാവിലെ കരാറുകാരും കോർപ്പറേഷൻ അധികൃതരും പോലീസിന്റെ സഹായത്തോടെ ബസ്സുകൾ തടഞ്ഞു. സ്റ്റാൻഡിന്റെ വടകേ ഭാഗത്ത് നിന്ന് സർവീസ് നടത്തുന്ന ബസ്സുകളാണ് തടഞ്ഞത്. ഏപ്രിൽ 1 മുതലാണ് സ്റ്റാൻഡ് ഫീസ് വർദ്ധിപ്പിച്ചത്. നിലവിൽ ട്രിബ്യൂണൽ കോടതിയിലുള്ള വിഷയത്തിൽ നോട്ടീസ് പോലും നൽകാതെയാണ് ബസ്സുകൾ തടയുന്നതെന്ന് ബസ്സുടമ സംഘം പ്രതിനിധി പ്രദീപ് കുമാർ പറഞ്ഞു. വാട്സാപ്പിലെ വ്യാജ ട്രാഫിക് ചലാൻ ലിങ്കിൽ കുടുങ്ങി ചേലക്കര വെങ്ങാനല്ലൂർ സ്വദേശിക്ക് 5 ലക്ഷം രൂപ നഷ്ടമായതായി പരാതി. സംഭവത്തിൽ ചേലക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വെങ്ങാനല്ലൂർ പരക്കാട് സ്വദേശി NB മനോജിനാണ് പണം നഷ്ടമായത്. കഴിഞ്ഞ ആഴ്ചയാണ് തട്ടിപ്പിന്റെ തുടക്കം. മനോജിന്റെ വാട്സാപ്പിലേക്ക് ട്രാഫിക് ചലാൻ എന്ന പേരിൽ ആദ്യമൊരു സന്ദേശം ലഭിച്ചു. കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ലോഗോയും മറ്റും കണ്ടതിനാൽ ഇത് ഒറിജിനൽ ആണെന്ന് മനോജ് തെറ്റിദ്ധരിക്കുകയായിരുന്നു. തുടർന്ന് സന്ദേശത്തിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതോടുകൂടിയാണ് പണം നഷ്ടമായത്. മാനസികാസ്വാസ്ഥ്യമുള്ളയാളെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ പിടിയിൽ. പുല്ലൂർ ഗാന്ധിഗ്രാം സ്വദേശി എലമ്പലക്കാട്ട് വീട്ടിൽ അനിത് കുമാർ എന്നയാളെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിന് പുല്ലൂർ തുറവൻകാട് സ്വദേശി തേക്കൂട്ട് വീട്ടിൽ സനീഷ്, പുല്ലൂർ തുറവൻകാട് സ്വദേശി മരോട്ടിച്ചോട്ടിൽ വീട്ടിൽ അഭിത് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. NSS കരയോഗത്തിന് സമീപം വെച്ചാണ് പ്രതികൾ അനിത് കുമാറിനെ അടിച്ചും ഇടിച്ചും ചവിട്ടിയും ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. സംഭവത്തിൽ ഗുരുതര പരിക്കേറ്റ അനിത് കുമാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിലാണ്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിൽ CPIM പ്രതിഷേധം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി അന്യായമായി തടങ്കലിൽ അടച്ചതിനെതിരെ CPIM കൊരട്ടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോനൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പ്രതിഷേധ പൊതുയോഗം CPIM ചാലക്കുടി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KR സുമേഷ് ഉദ്ഘാടനം ചെയ്തു. CPIM കൊരട്ടി ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി AA ബിജു അധ്യക്ഷത വഹിച്ചു. KK രാജൻ, MJ ബെന്നി, ബാബു ജോസഫ്, MJ ഡെന്നി, ലിജോ ജോസ് എന്നിവർ പ്രസംഗിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ.
സ്വർണ്ണവില 40 രൂപ കുറഞ്ഞു. ഗ്രാമിന് 9,170 രൂപ, പവന് 73,360 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരിങ്ങാലക്കുടയിൽ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിന് കടുത്ത നിയന്ത്രണങ്ങളുമായി റിസർവ് ബാങ്ക്. നിക്ഷേപകർ ആശങ്കയിൽ. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ കോർപ്പറേഷൻ അധികൃതരും കരാറുകാരും പോലീസിന്റെ സഹായത്തോടെ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു. വാട്സപ്പിലെ വ്യാജ ട്രാഫിക് ചലാൻ ലിങ്കിൽ കുടുങ്ങി ചേലക്കര വെങ്ങാനല്ലൂർ സ്വദേശിക്ക് 5 ലക്ഷം രൂപ നഷ്ടമായതായി പരാതി. മാനസിക അസ്വാസ്ഥ്യമുള്ളയാളെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ പിടിയിൽ. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിൽ CPIM പ്രതിഷേധം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.